സംസ്ഥാനത്തെ ഭൂമി തരം മാറ്റാൻ ചിലവ് വർദ്ധിക്കും. 25 സെന്റിൽ അധികമെങ്കിൽ മൊത്തം ഭൂമിക്കും ഫീസ് നൽകണമെന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബാലു, നേരത്തെ സർക്കാരിന്റെ തീരുമാനം, ആ തീരുമാനത്തിനെതിരെ നിലപാട് ചർച്ചകളൊക്കെ വന്നതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ സുപ്രീം കോടതി 25 സെന്റിൽ അധികമുള്ള ഭൂമി തരം മാറ്റാൻ ആ ഭൂമിയുടെ മുഴുവൻ വിലയുടെയും ഒരു നിശ്ചിത ശതമാനം ഒരു ഫീസായി അടയ്ക്കണം എന്ന തീരുമാനം ശരിവെക്കുന്നു. ഏത് തരത്തിലാണ് കോടതി ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ചത്? രതീഷ, വളരെ സുപ്രധാനമായ ഉത്തരവാണ് ഈ ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 2021 സംസ്ഥാന സർക്കാർ ഈ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയും 25 സെന്റ് വരെ ഈ ഭൂമി തരം മാറ്റുകയാണെങ്കിൽ അതിന് സൗജന്യമാക്കാനും, എന്നാൽ അധികമായി ഉള്ള ഭൂമി ഉണ്ടെങ്കിൽ, അതായത് 25 സെന്റിന് അധികം ഭൂമി ഉണ്ടെങ്കിൽ ഈ മൊത്തം ഭൂമിയുടെ ന്യായവിലയുടെ 10% ഫീസായി നൽകണമെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരുന്ന ഈ സർക്കുലറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 27A വകുപ്പ് പ്രകാരമായിരുന്നു സംസ്ഥാനം ഈ സർക്കുലർ പുറത്തിറക്കിയിരുന്നത്. പക്ഷേ പിന്നീട് കേരള ഹൈക്കോടതി ഈ സർക്കുലർ റദ്ദാക്കിയാണ് ചെയ്തിരുന്നത്. കേരള ഹൈക്കോടതി പറഞ്ഞിരുന്നത് 25 സെന്റ് വരെ സൗജന്യവും പിന്നീടുള്ള അധിക സെന്റിന് മാത്രം ഈ ന്യായവിലയുടെ 10% ഫീസ് നൽകിയാൽ മതി എന്നതുമായിരുന്നു. അതായത് കുറച്ചുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ 28 സെന്റാണ് ഈ തരം മാറ്റുന്നതെങ്കിൽ ഈ അധികം വരുന്ന 3 സെന്റിന്റെ മാത്രം പണം ഈ നൽകിയാൽ മതി എന്നായിരുന്നു, ഫീസായി നൽകിയാൽ മതി എന്നായിരുന്നു കേരള ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത്. പക്ഷേ തങ്ങളുടെ ഈ ഉത്തരവ്, തങ്ങളുടെ സർക്കുലർ ഈ ചെറുകിട കർഷകരെയും അതുപോലെ തന്നെ ചെറുകിട ഭൂ ഉടമകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നുവെന്നും അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം ഇത്തരമൊരു സർക്കുലർ ഇറക്കിയതെന്നുമായിരുന്നു സംസ്ഥാനം സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസുമാരെ സഞ്ജയ് കരോളും മൻമോഹനും അടങ്ങുന്ന ബെഞ്ച് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന സർക്കുലർ ശരിവച്ചിരിക്കുന്നത്. ഫലത്തിൽ സംസ്ഥാനത്തിന് ഇപ്പോൾ ഈ ഭൂമി തരം മാറ്റുകയാണെങ്കിൽ അത് വലിയ ചെലവേറും എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 28 സെന്റാണ് മാറ്റുന്നതെങ്കിൽ ഈ മൊത്തം 28 സെന്റിന്റെയും ന്യായവിലയുടെ 10% ഈ തരംമാറ്റൽ ഫീസായി ഇനി നൽകേണ്ടി വരുമെന്നതാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഈ ഉത്തരവോടുകൂടി ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ വെറും 3 സെന്റ് മാത്രം നൽകിയാൽ മതിയായിരുന്നു. പക്ഷേ ഇനി മൊത്തം ഭൂമിയുടെയും ന്യായവിലയുടെ 10% ഫീസായി നൽകുന്നത്. സുപ്രീം കോടതി സർക്കാരിന്റെ വാദം ശരിവെച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത് 25 സെന്റ് വരെ, അതായത് സാധാരണക്കാരായ വീട് വെക്കുവാൻ മറ്റുമായി ഭൂമി തരം മാറ്റുന്നവരെ അത് അനുവദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നെൽവയൽ തണ്ണീർത്തട ബില്ലിൽ വ്യവസ്ഥ ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ അത് പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു. 10% തുക 28 സെന്റ് ആണെങ്കിൽ 28 സെന്റിനും നൽകണം, 3 സെന്റിനെ മാത്രമായി മാറ്റുകയില്ല എന്നുള്ള തീരുമാനമാണ് സുപ്രീം കോടതി ശരിവെച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ബാലഗോപാൽ നൽകിയത്.